കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ നടത്തിയ പൊതുജന അഭിപ്രായം മാനിക്കുന്ന സദസ്സുകളെല്ലാം ജനപങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധേയമായി. 4 ജില്ലകളിലായിട്ട് നടത്തിയ പരിപാടി ആയിരക്കണക്കിന് ജനങ്ങളാണ് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നതിനായി ഹാളുകളിൽ എത്തിച്ചേർന്നത്. നിലവിൽ നടന്ന 3 സ്ഥലങ്ങളിലും നേരത്തെ നിശ്ചയിച്ച ഹാളുകളിൽ നിന്നും മാറി വലിയ ഹാളുകൾ എടുക്കേണ്ടതായിട്ടും കോഴിക്കോട്, പാലക്കാട്, എറണാകുളം എന്നീ ജില്ലകളിലാണ് ഇതിനകം മീറ്റിംഗുകൾ നടന്നത്. ഈ മാസം 10-ാം തീയതിയാണ് തിരുവനന്തപുരത്ത് മീറ്റിംഗ് നടക്കാൻ പോകുന്നത്. രേഖാമൂലം ഇത് എഴുതി തരുന്നതിൻ്റെ ഒരു അവസരം ഉണ്ടാവും. ആളുകളുടെ ബാഹ്യം അനുസരിച്ച് നമുക്കൊരു സമയം കഴിയുമ്പോൾ നിർത്തേണ്ടതുണ്ട്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഒരിക്കൽ കൂടി നിങ്ങളെ ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് KSEB ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള ആമുഖ പ്രസൻറ്റേഷനെ വിളിക്കുന്നു. ഈ കമ്മീഷൻ ഹിയറിംഗ് നടത്തുന്നതിൻ്റെ അർത്ഥം അവർ പറഞ്ഞത് അപ്പാടെ സ്വീകരിക്കപ്പെടുമെന്നല്ല. കമ്മീഷൻ്റേതായ സാങ്കേതികവും സാമ്പത്തികവുമായ കാര്യങ്ങളിൽ വിശകലനം ചെയ്ത് പരിശോധിച്ച് വരവ് ചെലവ് കണക്കുകളും അവരുടെ വരുമാനവും വരുമാന വർധനവിനുള്ള കാര്യങ്ങളും ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനും ആവറേജ് റവന്യൂ റിക്വയർമെൻറ്റ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നോക്കി അതിൻ്റേതായ നിഗമനങ്ങളിലെത്തും. പക്ഷേ ഞങ്ങൾ കണ്ട ഒരു കാര്യം, കോഴിക്കോടും പാലക്കാടും ഒക്കെ നിരവധി ആളുകൾ നല്ല വ്യത്യസ്തതയുള്ള നൂതനങ്ങളായ സജഷൻസ് KSEBയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും താരിഫ് കുറയ്ക്കുന്നതിനുമൊക്കെയുള്ള നിർദ്ദേശങ്ങൾ പലരും തരികയുണ്ടായി. എന്നുവെച്ചാൽ ചെലവ് കുറയ്ക്കുന്നതിനും വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പലരും തരികയുണ്ട്. അങ്ങനെയുള്ള ആശയങ്ങളുള്ളവരും നിങ്ങൾ പറയുമ്പം പറയാം, അല്ലെങ്കിൽ എഴുതി തരിക കൂടി ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് KSEB ലിമിറ്റഡിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ പ്രസൻറ്റേഷൻ ക്ഷണിക്കുന്നു. 25 മിനിറ്റ് പരമാവധിയാണ്. അതിനുള്ളിൽ ജനപങ്കാളിത്തം കൊണ്ട് മാത്രമല്ല, ജനം മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങളും വളരെ വലുതായി തന്നെ കേൾക്കാൻ കഴിഞ്ഞു. നഷ്ടത്തിലോടുന്ന KSEBയെ എങ്ങനെ കരകയറ്റാമെന്ന് പല നിർദ്ദേശങ്ങളും ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നു. ഇത്തരത്തിലുള്ള റെഗുലേറ്ററി കമ്മീഷനുകൾ സർക്കാരിൻ്റെ എല്ലാ മേഖലയിലേക്കും വിന്യസിപ്പിക്കുകയാണ് വേണ്ടത്. അങ്ങനെ വികസിപ്പിച്ചാൽ നഷ്ടത്തിലോടുന്ന പല സ്ഥാപനങ്ങളും വൻ ലാഭത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കേവലം IASകാരുടെ ഇടയിൽ നിന്ന് മാത്രം വരുന്ന പദ്ധതികൾക്കപ്പുറം ജനങ്ങൾക്കിടയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ആശയം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം പുതിയ പദ്ധതികൾ രൂപാന്തരപ്പെടേണ്ടത്. ഇത് തന്നെയാണ് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മജി സ്വപ്നം കണ്ട രാജ്യം, അതായത് സ്വരാജ്. ആ സ്വരാജിലേക്ക് നമുക്ക് തിരിഞ്ഞു നടക്കാം.